എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഭരണഘടനാ നിർമ്മാണ സമിതിയെക്കുറിച്ച് പഠിച്ചു. ഇന്ന് നമുക്ക് ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ കമ്മിറ്റികളെക്കുറിച്ച് പഠിക്കാം. അതായത് ആകെ 22 കമ്മിറ്റികളുണ്ട്. അതിൽ പ്രധാനമായും 13 കമ്മിറ്റികളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ആദ്യത്തെ കമ്മിറ്റി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയാണ്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ആരാണ്? ഡോക്ടർ BR അംബേദ്കർ. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഡോക്ടർ BR അംബേദ്കർ. സ്റ്റിയറിംഗ് കമ്മിറ്റി, ഫിനാൻസ് കമ്മിറ്റി, അഡ്ഹോക് കമ്മിറ്റി, പിന്നെ റൂൾസ് ഓഫ് പ്രൊസീജിയേഴ്സ്, ഇതൊക്കെ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഏതൊക്കെയാണ്? സ്റ്റിയറിംഗ് കമ്മിറ്റി, ഫിനാൻസ് കമ്മിറ്റി, അഡ്ഹോക് കമ്മിറ്റി, റൂൾസ് ഓഫ് പ്രൊസീജിയേഴ്സ്, ഇതൊക്കെ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അപ്പോൾ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഡോക്ടർ BR അംബേദ്കർ. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഏതൊക്കെയാണ്? സ്റ്റിയറിംഗ് കമ്മിറ്റി, ഫിനാൻസ് കമ്മിറ്റി, അഡ്ഹോക് കമ്മിറ്റി, റൂൾസ് ഓഫ് പ്രൊസീജിയേഴ്സ് ഒക്കെ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അടുത്തത് ഹൗസ് കമ്മിറ്റി. ഹൗസ് കമ്മിറ്റി ആരാണ്? പട്ടാഭി സീതാരാമയ്യ. ഹൗസ് കമ്മിറ്റി പട്ടാഭി സീതാരാമയ്യ. അടുത്തത് ഓർഡർ ഓഫ് ബിസിനസ് KM മുൻഷി. ഓർഡർ ഓഫ് ബിസിനസ് KM മുൻഷി. ഹൗസ് കമ്മിറ്റി പട്ടാഭി സീതാരാമയ്യ. ഓർഡർ ഓഫ് ബിസിനസ് KM മുൻഷി. ഓർഡർ ഓഫ് ബിസിനസ് KM മുൻഷി. അപ്പോൾ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഡോക്ടർ BR അംബേദ്കർ. സ്റ്റിയറിംഗ് കമ്മിറ്റി, ഫിനാൻസ് കമ്മിറ്റി, അഡ്ഹോക് കമ്മിറ്റി, റൂൾസ് ഓഫ് പ്രൊസീജിയേഴ്സ് ഒക്കെ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഹൗസ് കമ്മിറ്റി പട്ടാഭി സീതാരാമയ്യ. ഓർഡർ ഓഫ് ബിസിനസ് KM മുൻഷി. ഇനി അടുത്തത് മൗലിക അവകാശ കമ്മിറ്റി, ന്യൂനപക്ഷ കമ്മിറ്റിയൊക്കെ ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ. മൗലിക അവകാശ കമ്മിറ്റി, ന്യൂനപക്ഷ കമ്മിറ്റിയൊക്കെ സർദാർ വല്ലഭായ് പട്ടേൽ. മൗലിക അവകാശ ഉപകമ്മിറ്റിയിലെ ആരാണ്? JB കൃപലാനി. മൗലിക അവകാശ ഉപകമ്മിറ്റി JB കൃപലാനി. ന്യൂനപക്ഷ ഉപകമ്മിറ്റി HC മുഖർജി. മൗലിക അവകാശ കമ്മിറ്റിയും ന്യൂനപക്ഷ കമ്മിറ്റിയും സർദാർ വല്ലഭായ് പട്ടേലാണ്. ഇതിൻ്റെ രണ്ടിൻ്റെയും ഉപകമ്മിറ്റിയുണ്ട്. മൗലിക അവകാശ ഉപകമ്മിറ്റി JB കൃപലാനിയും ന്യൂനപക്ഷ ഉപകമ്മിറ്റി JC മുഖർജിയും. ഓക്കെ അല്ലേ? സ്റ്റേറ്റ് കമ്മിറ്റി, യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ, യൂണിയൻ പവേഴ്സ്, ഇതെല്ലാം ജവഹർലാൽ നെഹ്റു. സ്റ്റേറ്റ് കമ്മിറ്റി, യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ, യൂണിയൻ പവേഴ്സ്, ഇതെല്ലാം ജവഹർലാൽ നെഹ്റു. ഈ ഭാഷാ കമ്മിറ്റിയോ? മൂർത്തി സത്യനാരായണ. ഭാഷാ കമ്മിറ്റി മൂർത്തി സത്യനാരായണ. ക്രിഡൻഷ്യൽ കമ്മിറ്റിയോ? അല്ലാടി കൃഷ്ണസ്വാമി അയ്യങ്കാർ. ക്രിഡൻഷ്യൽ കമ്മിറ്റി അല്ലാടി കൃഷ്ണസ്വാമി അയ്യങ്കാർ. ക്രിഡൻഷ്യൽ കമ്മിറ്റി അല്ലാടി കൃഷ്ണസ്വാമി അയ്യങ്കാർ. ഒന്നുകൂടെ നോക്കാം. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഡോക്ടർ BR അംബേദ്കർ. സ്റ്റിയറിംഗ് കമ്മിറ്റി, ഫിനാൻസ് കമ്മിറ്റി, അഡ്ഹോക് കമ്മിറ്റി, റൂൾസ് ഓഫ് പ്രൊസീജിയേഴ്സ് ഒക്കെ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഹൗസ് കമ്മിറ്റി പട്ടാഭി സീതാരാമയ്യ. ഓർഡർ ഓഫ് ബിസിനസ് KM മുൻഷി. മൗലിക അവകാശ കമ്മിറ്റി, ന്യൂനപക്ഷ കമ്മിറ്റിയൊക്കെ സർദാർ വല്ലഭായ് പട്ടേൽ. മൗലിക അവകാശ ഉപകമ്മിറ്റി JB കൃപലാനി. ന്യൂനപക്ഷ ഉപകമ്മിറ്റി HC മുഖർജി. സ്റ്റേറ്റ് കമ്മിറ്റി ജവഹർലാൽ നെഹ്റു. യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ ജവഹർലാൽ നെഹ്റു. യൂണിയൻ പവേഴ്സ് ജവഹർലാൽ നെഹ്റു. ഏതൊക്കെ മൂന്നെണ്ണം? സ്റ്റേറ്റ് കമ്മിറ്റി, യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ, യൂണിയൻ പവേഴ്സ്, ഇതെല്ലാം ജവഹർലാൽ നെഹ്റു. പിന്നെ ഭാഷാ കമ്മിറ്റി മൂർത്തി സത്യനാരായണ. ക്രിഡൻഷ്യൽ കമ്മിറ്റി അല്ലാടി കൃഷ്ണസ്വാമി അയ്യങ്കാർ. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്താണെന്ന് നോക്കാം. ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ പ്രധാന കമ്മിറ്റിയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. എന്താണ്? ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ പ്രധാന കമ്മിറ്റിയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ഇത് രൂപീകരിച്ചത് 1947 ഓഗസ്റ്റ് 29-നാണ്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകരിച്ചത് 1947 ഓഗസ്റ്റ് 29-ന്. ആദ്യ കരട് സമർപ്പിച്ചത് 1948 ഫെബ്രുവരി 21-ന്. ആദ്യ കരട് സമർപ്പിച്ചത് 1948 ഫെബ്രുവരി 21-ന്. അന്തിമ കരട് അവതരിപ്പിച്ചത് 1948 നവംബർ 4-ന്. അന്തിമ കരട് അവതരിപ്പിച്ചത് 1948 നവംബർ 4-ന്. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി അല്ലെങ്കിൽ പിതാവ് എന്നറിയപ്പെടുന്നത് ഡോക്ടർ BR അംബേദ്കർ. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി അല്ലെങ്കിൽ പിതാവ് ഡോക്ടർ BR അംബേദ്കർ. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ ഡ്രിഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? നസ്രുദ്ദീൻ അഹമ്മദാണ് അങ്ങനെ വിശേഷിപ്പിച്ചത്. എന്താണ്? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ ഡ്രിഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് വിശേഷിപ്പിച്ചത് നസ്രുദ്ദീൻ അഹമ്മദ്. ഓക്കെ അല്ലേ?
അടുത്തത് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ അംഗങ്ങളെയാണ് പരിചയപ്പെടുന്നത്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ആരൊക്കെയാണുള്ളത്? ഡോക്ടർ ബി ആർ അംബേദ്കർ ചെയർമാൻ, കെ എം മുൻഷി, മുഹമ്മദ് സാദുള്ള, അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ, എൻ ഗോപാലകൃഷ്ണസ്വാമി, ബി എൽ മിത്തർ, പിന്നെ ഡി പി ഖെയ്ത്താൻ. അപ്പോൾ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അംഗങ്ങൾ എന്ന് പറയുന്നത് ഡോക്ടർ ബി ആർ അംബേദ്കർ, കെ എം മുൻഷി, മുഹമ്മദ് സാദുള്ള, അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ, എൻ ഗോപാലസ്വാമി അയ്യങ്കാർ, ബി എൽ മിത്തർ, ഡി പി ഖെയ്ത്താൻ. ഇതിൽ ബി എൽ മിത്തൽ രാജിവെച്ചതിന് ശേഷം എൻ മാധവറാവു ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഡി പി ഖെയ്ത്താൻ്റെ മരണശേഷം ടി ടി കൃഷ്ണമാചാരിയുമായി. അപ്പോൾ നമുക്ക് ആകെ 9 പേര് പഠിക്കണം. അതിൽ ബി എൽ മിത്തൽ രാജിവെച്ചതിന് ശേഷം എൻ മാധവറാവും വന്നു, ഡി പി ഖെയ്ത്താൻ്റെ മരണശേഷം ടി ടി കൃഷ്ണമാചാരിയും വന്നു. അപ്പോൾ ആരൊക്കെയാണ്? ഡോക്ടർ ബി ആർ അംബേദ്കർ, കെ എം മുൻഷി, മുഹമ്മദ് സാദുള്ള, അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ, എൻ ഗോപാലകൃഷ്ണസ്വാമി അയ്യങ്കാർ, ബി എൽ മിത്തൽ പകരം എൻ മാധവറാവും വന്നു, ഡി പി ഖെയ്ത്താൻ പകരം ടി ടി കൃഷ്ണമാചാരിയും വന്നു. ഓക്കെ അല്ലേ? ഇതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ കാര്യം കൂടെ ആഡ് ചെയ്യാണ്. അതായത് ഇന്ത്യൻ ഭരണഘടനയെ വിശേഷിപ്പിച്ചവർ, ഇന്ത്യൻ ഭരണഘടനയെ ഓരോരുത്തരും ഓരോന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. അതെന്താണെന്ന് നോക്കാം. കെ സി വെയർ എന്താണ് പറഞ്ഞത്? കെ സി വെയർ എന്താണ് പറഞ്ഞത്? ക്വാസി ഫെഡറൽ എന്നാണ് പറഞ്ഞത്. ക്വാസി ഫെഡറൽ എന്ന് പറഞ്ഞത് കെ സി വെയർ. എക്സ്ട്രീംലി ഫെഡറൽ എന്ന് പറഞ്ഞത് പോൾ അപ്ലബി. എക്സ്ട്രീംലി ഫെഡറൽ എന്ന് പറഞ്ഞത് പോൾ അപ്ലബി. ബാർഗെയിനിങ് ഫെഡറലിസം എന്ന് പറഞ്ഞതോ? ബാർഗെയിനിങ് ഫെഡറലിസം മോറിസ് ജോൺസ്. ബാർഗെയിനിങ് ഫെഡറലിസം മോറിസ് ജോൺസ്. കോർപ്പറേറ്റീവ് ഫെഡറലിസം എന്ന് പറഞ്ഞത് ഗ്രാൻവില്ലെ ഓസ്റ്റിൻ. കോപ്പറേറ്റീവ് ഫെഡറലിസം എന്ന് പറഞ്ഞത് ഗ്രാൻവില്ലെ ഓസ്റ്റിൻ. നിയമജ്ഞരുടെ പറുദീസ എന്ന് പറഞ്ഞത് ഐവർ ജെന്നിങ്സ്. നിയമജ്ഞരുടെ പറുദീസ എന്ന് പറഞ്ഞത് ഐവർ ജെന്നിങ്സ്. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. ക്വാസി ഫെഡറൽ കെ സി വെയർ, ക്വാസി ഫെഡറൽ കെ സി വെയർ. എക്സ്ട്രീംലി ഫെഡറൽ പോൾ അപ്ലബി, എക്സ്ട്രീംലി ഫെഡറൽ പോൾ അപ്ലബി. ബാർഗെയിനിങ് ഫെഡറലിസം മോറിസ് ജോൺസ്, ബാർഗെയിനിങ് ഫെഡറലിസം മോറിസ് ജോൺസ്. കോപ്പറേറ്റീവ് ഫെഡറലിസം ഗ്രാൻവില്ലെ ഓസ്റ്റിൻ, കോപ്പറേറ്റീവ് ഫെഡറലിസം ഗ്രാൻവില്ലെ ഓസ്റ്റിൻ. നിയമജ്ഞരുടെ പറുദീസ ഐവർ ജെന്നിങ്സ്, നിയമജ്ഞരുടെ പറുദീസ ഐവർ ജെന്നിങ്സ്. ഇത്രയാണ് ഇന്ന് പഠിക്കാനുള്ളത്. എല്ലാവരും നന്നായി പഠിക്കുക, നന്നായിട്ട് റിവൈസ് ചെയ്യുക. എല്ലാവർക്കും വിജയാശംസകൾ. താങ്ക് യു.